ഹലോ. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡേനെയും കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മൂന്നാമതായിട്ട് പറയുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ മൈദ പോലെ തന്നെ നമ്മൾ സീവ് ചെയ്ത് എടുക്കണം. സീവ് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് ലംസൊക്കെ കണ്ട് ഇങ്ങനെ തരിതരിന്നനെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കൊക്കോ പൗഡർ കട്ട കൂടി എടുക്കുന്നത് കാണാം. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ മൈദ ചെയ്യുന്നതോടൊപ്പം തന്നെ കൊക്കോ പൗഡറും സീവ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാം, കൊക്കോ പൗഡർ ഉപയോഗിക്കുമ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കണം. പെട്ടെന്ന് മോയ്സ്ചർ വലിച്ചെടുക്കുക, ഒബ്സർവ് ചെയ്യണ ഒരു സംഭവമാണ് കൊക്കോ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു തരിക്ക് നമ്മൾ റെസിപ്പിയിൽ എപ്പോഴും കൂട്ടിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും ടെക്സ്ചർ നല്ല രീതിയിൽ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് കൊക്കോ പൗഡർ ഉപയോഗിക്കുന്ന കേക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് പോലും അത് ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കൊടുക്കാനായിട്ട് അത്യാവശ്യം മോയ്സ്ചർ കണ്ടൻറ്റ് കൊടുത്ത് വേണം നമ്മൾ സോക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മോയ്സ്ചർ കണ്ടൻറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ സോക്കിങ് ഈ പറഞ്ഞ പോലെ നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.